നമസ്കാരം. സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം വിജയം കാണുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന സമരകാലത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാർക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണമെന്ന കീഴ്ക്കോടതി ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. 93% സർക്കാർ ജോലികളും കോട്ടകളില്ലാതെ മെറിറ്റിൽ ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമാകുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ബാക്കി വരുന്ന 7%-ൽ 5% സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബന്ധുക്കൾക്ക് ലഭിക്കും. മറ്റു വിഭാഗങ്ങൾക്ക് 2% സംവരണവും ലഭിക്കുമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞു. രാജ്യത്ത് കലാപം നടന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി തീരുമാനം. രാജ്യമാകെ നടന്ന പ്രക്ഷോഭത്തിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇതുവരെ 180-ലധികം പേർ കൊല്ലപ്പെട്ടു. സർക്കാർ സർവീസിലെ ക്വാട്ട സമ്പ്രദായം ബംഗ്ലാദേശ് സുപ്രീം കോടതി ഞായറാഴ്ച പിൻവലിക്കുകയായിരുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള 30% സംവരണം ഉണ്ടായിരുന്നത് സുപ്രീം കോടതി 5 കുറച്ചു. 17 കോടിയോളം ജനസംഖ്യയുള്ള രാജ്യത്ത് 3.2 കോടി യുവാക്കൾ തൊഴിൽ രഹിതരാണ്. നേരത്തെ 2018-ൽ താൽക്കാലികമായി നിർത്തിവെച്ച സമ്പ്രദായം പുനരവതരിപ്പിച്ചതിന് പിന്നാലെയാണ് രാജ്യത്തെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിനിറങ്ങിയത്. പ്രധാന പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ പിന്തുണയും സമരത്തിനുണ്ടായിരുന്നു. അതിനിടെ പ്രക്ഷോഭം തടയുന്നതിന് രൂക്ഷ നടപടികളുമായി ബംഗ്ലാദേശ് സർക്കാർ രംഗത്ത് വന്നു. നിയമം ലംഘിക്കുന്നവരെ കണ്ടാലുടൻ വെടിവെക്കാനായിരുന്നു നിർദ്ദേശം. രാജ്യത്തെ സ്കൂളുകളും സർവകലാശാലകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച ഇന്റർനെറ്റ് മൊബൈൽ സേവനങ്ങൾ വിച്ഛേദിച്ചതോടെ ബംഗ്ലാദേശ് ജനതയുടെ പുറംലോകവുമായുള്ള ബന്ധവും നഷ്ടപ്പെട്ടു. പ്രാദേശിക മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകളും സാമൂഹ്യ മാധ്യമ സൈറ്റുകളും പ്രവർത്തനരഹിതമായി. കലാപബാധിത മേഖലകളിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങി. സംവരണ ഉത്തരവ് വിവേചനപരമാണെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണകക്ഷിയായ അവാമി ലീഗ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർക്ക് അനുകൂലമാണെന്നും ആരോപിച്ചാണ് ധാക്കയിൽ പ്രക്ഷോഭം തുടങ്ങിയത്. എന്നാൽ പ്രക്ഷോഭം വൈകാതെ രാജ്യമെങ്ങും വ്യാപിച്ചു. പ്രക്ഷോഭകാരികൾക്ക് പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ലഭിച്ചതോടെ രാജ്യമെങ്ങും കലാപം പൊട്ടിപ്പുറപ്പെട്ടു. സംവരണ വിഷയത്തിന് പുറമെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പ്രക്ഷോഭകാരികളെ സൈന്യത്തെ ഇറക്കിയാണ് പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന പ്രതിരോധിച്ചത്. രാജ്യമെങ്ങും കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനിടെ പ്രക്ഷോഭകാരികൾ നർസിംഗഡ് ജില്ലയിലെ സെൻട്രൽ ജയിൽ തകർത്ത് 100 കണക്കിന് തടവുകാരെ മോചിപ്പിച്ചിരുന്നു. ഏറ്റുമുട്ടലിൽ ഇതുവരെ 2500-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ട്. തലസ്ഥാന നഗരമായ ധാക്കയിൽ മാത്രം 52 പേരാണ് മരിച്ചത്. പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ സർവകലാശാലകൾ അടയ്ക്കുകയും ഹോസ്റ്റലുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ 1000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് രാജ്യത്തേക്ക് തിരിച്ചു വരുന്നത്. ത്രിപുര മേഘാലയ അതിർത്തികൾ വഴിയാണ് അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയത്. പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ടെലിഫോൺ, ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായി സർക്കാർ വിച്ഛേദിച്ചു. തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് അടിയന്തര സേവനങ്ങൾ മാത്രമേ ലഭ്യമാക്കൂവെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ശനിയാഴ്ച രാജ്യം മുഴുവൻ പ്രഖ്യാപിച്ച കർഫ്യൂ ഞായറാഴ്ചയും തുടരുകയാണ്. ബംഗ്ലാദേശിൽ നിന്ന് 978 ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരികെ എത്തിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 778 പേരെ കരമാർഗവും 200-ഓളം പേർ വിമാനമാർഗവും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. വിഷയത്തിൽ ഇതുവരെ പ്രതികരണത്തിന് ഇന്ത്യ തയ്യാറായിട്ടില്ല. പ്രക്ഷോഭം ബംഗ്ലാദേശിലെ ആഭ്യന്തര വിഷയമാണെന്നും അതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ധാക്കയടക്കം പ്രധാന നഗരങ്ങൾ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലാണ്. ധാക്കയിൽ ഇന്നലെ വലിയ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പ്രതിഷേധക്കാരെ തടയാൻ റോഡുകൾ ബ്ലോക്ക് ചെയ്തു. പുറത്തിറങ്ങുന്നവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നുണ്ട്. റാംപുരയിൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ഇവരെ ഒഴിപ്പിക്കാൻ പോലീസ് വെടിവെപ്പ് നടത്തിയിരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ തീവെപ്പുണ്ടായി. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന 4ാം തവണയും ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഉയർന്നത്.